ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയത് നമ്മുടെ ഇന്നത്തെ നബിദിനത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. നബിദിനത്തിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ പരിപാടികൾ അധികം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ഫുൾ ടൈം ചിലവഴിച്ചത്. അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഞങ്ങൾ പാക്കിങ്ങും അതുപോലെ തന്നെ ചോറ് ഇവിടുന്ന് ചെമ്പുന്ന് വെട്ടി അങ്ങനെ തന്നെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന പരിപാടിയിലായിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ ചങ്ങായിമാർ രാവിലെ തന്നെ ചൂടുള്ള ചോറ് വെട്ടുന്നുണ്ട്, അങ്ങനെ തന്നെ പാത്രത്തിലാക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് 2-3 ഭായിമാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സെറീജ് ബ്രോ ആണ്. സെറീജ് ബ്രോ അടിയിൽ നിന്ന് നല്ല പതക്കുന്ന ചോറ് ഇളക്കി മറിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ കാണുന്നു നല്ല ചോറ്, അടിപൊളി ഇറച്ചിച്ചോറ് ടേബിളിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കൊണ്ടുപോകും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പേക്കാക്കി വെട്ടാം. ഇവിടുന്ന് ഒരാൾ പേക്കാക്കും. ഇതുപോലെ പേക്കാക്കിയിട്ട് ഒന്നായിട്ട് എന്ത് ചെയ്യുക, കുറേ ആയതിനു ശേഷം ഓരോരുത്തർക്ക് വിതരണം ചെയ്യുക ചെയ്യും. അങ്ങനെ ഏകദേശം 500 പാക്കിൻ്റെ അടുത്ത് ഞങ്ങൾ പേക്കാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ കേസ് ഉച്ചയ്ക്ക് 12 മണി വരെ ഏകദേശം 10-30 ആൾക്കാർ ഞങ്ങൾ എന്താ പറയുക നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്രയും സാധനം പാക്ക് ചെയ്തത്. കാരണം നല്ല ചൂടുണ്ട്, സാധനം അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വരണമെങ്കിൽ മഴയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വന്ന് അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയിട്ട് നമ്മളെ പരിപാടി ഒന്ന് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ പ്രസംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു സമയം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ പോയിട്ട് കണ്ടതാണ്. അപ്പോൾ കുറച്ചവിടെ നിന്ന് അത് കേട്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയി. അന്നേരം നമ്മൾ ജംഷി ബ്രോ ആയതിട്ടാ. ജംഷി ബ്രോ ചൂടുള്ള ആവി പറക്കുന്ന ചോറ് ഉണ്ടെങ്കിൽ ആവി പറക്കുന്ന ചോറ് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് പേക്കാക്കാൻ വേണ്ടിയിട്ട് തണിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചെരിയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റി ആവി പറക്കുന്ന നല്ല ബന്ധ് ജഗജഗജയായ ഇറച്ചി കാണില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി അത് തന്നെയായിരുന്നു. ഇറച്ചി തിന്നുക, ചോറ് തിന്നുക. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് കണ്ടില്ല, കോടയെ പൊതിഞ്ഞ പോലെ ആ റൂമുള്ളത്. വലിയ എന്താ പറയുക, അത്രയും വലിയ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് കോട മൂടിയിട്ടല്ല. അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ നമ്മളെ ഷാഫി ബ്രോ ഉണ്ട് കേട്ടോ. ഷാഫി ഉണ്ട്, അതുപോലെ തന്നെ ചോറ് കോരിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ചെമ്പിലേക്ക് ചോറ് ഇടേണ്ട പരിപാടിയാണ്. അങ്ങനെ അതിലുള്ള ഇറച്ചി സാധനങ്ങളൊക്കെ ഫുള്ള് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം, അരി ഇടണം. അതാണ് അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇറച്ചി സാധനങ്ങളൊക്കെ ആദ്യം വന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് അരി ഇടണം. പിന്നത്തെ പരിപാടി ഭായിമാർ ചോറ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോന്ന നല്ല ആവി പറക്കുന്ന ചോറ് കാണുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അങ്ങനെ ഏകദേശം 10-30 ചെമ്പോളം ഞങ്ങളിന്ന് ചോറ് വെച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 11:10 ഈ ഒരു സമയമായിക്കാളും. 11:10 സോറി 10:10 ഈ ഒരു സമയത്താണ് ഇത് ഞാനാട്ടാ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ചോറിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേസ് അങ്ങനെ ചങ്കളെ ഓരോരുത്തരായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളായിട്ട് ഇവിടെ ബന്ധപ്പെട്ട ഓരോരുത്തരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ചോറിന് വേണ്ടിയിട്ടുള്ള മസാല നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കാണ് ഇന്നൊരു ചോറ് വെക്കാൻ വേണ്ടി വെക്കുകയാണ്. ഏകദേശം 10-30 ചെമ്പ് ചോറ്, അതായത് 9 കിൻഡൽ അരിൻ്റെ ചോറാട്ടാണ് ഇന്നിവിടെ വെക്കുന്നത്. അങ്ങനെ മഴ വന്നപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഉള്ളിൽ നിന്നുള്ളൊരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ചോറൊക്കെ പാക്ക് ചെയ്ത് ചോറ് കണ്ടില്ലേ, ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, എവിടെ എത്തിക്കില്ല, ഇഷ്ടം പോലെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദമ്മിട്ട ചോറ് കാണുന്നത്, ചോറിൻ്റെ മുകളിൽ ദമ്മിട്ടിട്ടുള്ളത്. അടുത്ത ചെമ്പ് അവിടുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വിറകടുപ്പിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒന്ന് കത്തുന്നു, ഇപ്പുറത്ത് നിന്ന് കത്തുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ അത് കാലിച്ചെമ്പാണ് കേട്ടോ.
വെക്കേണ്ട കാഴ്ചപ്പാണ്. പിന്നെ ഇതാ ഈ മൂടി വെച്ചത് അതിൽ പിന്നെ എന്താ പറയുക ബീഫുണ്ട് കേട്ടോ, ബീഫിൻ്റെ മസാല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിലും കൂടെ മസാല ഇപ്പോൾ അരി ഇടണം. പിന്നെ ഇതിലൊക്കെ ഇത് കാണുന്ന ഇതിലൊക്കെ ഫുള്ള് അരി ഇടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ, ഇതൊക്കെ അരി ഇടാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് അടുത്ത ബക്കറ്റിലേക്കുള്ള വെള്ളം കുടിക്കുന്നുണ്ട്, അടുത്ത ചെമ്പിലേക്കുള്ള വെള്ളം കുടിക്കുന്നുണ്ടായില്ല. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുള്ള് പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കുറ്റിയാട് സിറാജ് പള്ളിയിലാണ്. നമ്മളെ സാബർ ബ്രോ കുറച്ച് കഴിഞ്ഞാൽ സാബർ ബ്രോ എത്തിയിട്ടുണ്ട്. സാബർ ബ്രോ പറഞ്ഞു നമ്മളെ വീഡിയോയിൽ കണ്ടില്ലല്ലോ, അങ്ങനെ സാബർ ബ്രോൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകാം. സാബറിനോടൊക്കെ ചാറ്റൊക്കെ പറഞ്ഞു നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി പോവാം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നേരെ ഉള്ളിലേക്കാണ് പോകുന്നത്. നല്ല ആവി പറക്കുന്നുണ്ട്. ഏതാ ആവി പറക്കുന്നത് ചോറ് നമ്മൾ ജമാൽക്ക് എതിട്ടാ, നമ്മൾ ചങ്ക് ബ്രോ ജമാൽക്ക് ഫുള്ള് സജീവമായിട്ടുണ്ടാകുന്ന ഒരാളാണ്.